എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടണത്, എന്തെല്ലാമൊക്കെയാണ് മേടിച്ച് കൂട്ടുന്നത്. അവക്കെന്താ വല്ലതും അറിയണം. അവൻ കൊണ്ടുവന്ന് അവൾ ചിലവാക്കണം. ആരോട് ചോദിക്കാൻ, ആരോട് പറയാനാണ്? അവരുടെയൊക്കെ ഇഷ്ടമല്ലേ. ഇത് തന്നെ പണി. എഴുതി വിടുക, പൊതി വരിക, എഴുതി വിടുക, പൊതി വരിക. ഈ ഡെയിലി കടയിലും കൂടി പോകണ്ട, സാധനം മുമ്പിൽ വരും. വല്ലതും അറിയണം. ഇതിനെല്ലാം കാശ് ഇതെവിടെ നിന്നാ, ഇതെവിടെ നിന്ന് വന്നി? എൻ്റെ മകൻ കഷ്ടപ്പെടണം, അവൾക്കൊന്നും അറിയണ്ടല്ല. എഴുതി വിടുക, കൊണ്ടുവരിക, ഇതേ ഉള്ളു. ഈ പൊതി വരത്തൽ ഞാൻ നിർത്തണുണ്ട്. ഈ പൊതിയേ ഇങ്ങനെ മേടിക്കണേ അവനിങ്ങോട് വരട്ടെ, അവനോട് പറയാനുണ്ട്. അമ്മ മകൻ വരാൻ കാത്തിരിക്കണായിരുന്നു കാര്യം പറയാനേ. ചെന്ന് ഡെയിലി മകനില്ലല്ലോ കാണാൻ, ഞാനല്ലേ ഇരുന്ന് കാണുന്നത്. ഡെയിലി അവളിയും പൊതി വരുത്തിക്കലാണ്, ഡെയിലി പൊതി വരുത്തൽ. എഴുതിയേ മൊബൈലിൽ എഴുതി വരുത്തിക്കണത്. അത് വർത്തിക്കലാണ് ഡെയിലി. ഇത് തന്നെ ഇന്നലെ വന്ന് ഞാൻ വന്ന് ഇന്ന് വന്ന് എത്ര പൊതിയാണ് വന്നത്. നീ വല്ലതും അറിയണണ്ട. ഈ കാശ് കൊടുക്കണ നീയല്ലേ. പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചതായിരിക്കാം. ആയിരിക്കാം, എന്നാലും ഇത് ഡെയിലി ഇത് തന്നെയല്ലേ. ഞാൻ ചോദിക്കട്ടെ അവളോട്. ഈ കാശ് വേണ്ടേ ഇതിന്? എന്താണ് ഞാൻ ചോദിക്കാം. അമ്മയുടെ ഫോണ് ചീത്തയെന്ന് പറഞ്ഞില്ലേ, അമ്മക്കൊരു ഫോൺ അമ്മക്ക് മേടിച്ചാണ് ഇത്. അത് ശരി. അമ്മ എന്തോർത്ത് എനിക്കാണെന്ന്? അമ്മോർത്ത് മകക്കാണെന്ന്. ഞാൻ അമ്മക്ക് വാങ്ങിച്ചതാ. അതെ, ഇഷ്ടമായാ? കൊള്ള. ഇത് തുറക്കണ എങ്ങനെയാണ്? ഞാൻ കാണിച്ചു തരാം. കൊള്ളാട്ട്. അമ്മ മേടിച്ചതല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട. അമ്മക്ക് ഇല്ലായിരുന്നു മൊബൈല്. ഞാൻ നിന്നോട് ചോദിക്കാതിരിക്കായിരുന്നു. നീ എല്ലാ ദിവസവും ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നല്ല അമ്മ പറയണേ. നിനക്ക് തോന്നിയില്ലല്ലോ ഇത് മേടിച്ചു തരാൻ. ഇപ്പൊ അവളെ ഇനി വഴക്ക് പറ. അവക്കെങ്കിലും തോന്നി ഇത് മേടിച്ചു തരാനായിട്ട്. ഇപ്പൊ അങ്ങനെയെന്ന് പറയാനായിട്ട് നിനക്ക് തോന്നിയില്ല ഇത്. എന്റെ മകളത് മേടിച്ചു തന്നതുകൊണ്ട് എനിക്ക് നല്ല ഇനി എന്തെങ്കിലുമൊക്കെ കാണിയാക്കിയൊക്കെ ചെയ്യാം. അത് ശരി. അപ്പൊ മരുമകൾക്കാണെങ്കിൽ ഓഹോ, അമ്മായിക്കാണെങ്കിൽ ആഹ അല്ലേ? അപ്പൊ ഇവിടെ അങ്ങനെയാണ്ടാ നോക്കിക്കോ. എന്താണ് അമ്മക്ക് മൊബൈലൊക്കെ മേടിച്ചു കൊടുത്തല്ല? അതെ, അമ്മച്ചിക്ക് ഭയങ്കര പരാതിയാണ്. ഞാൻ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നു. ഇതിപ്പോ അമ്മക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തപ്പോ അമ്മ ഇനി ഒന്നും മിണ്ടിയേമില്ല. ഞാൻ എന്ത് ഓർഡർ ചെയ്താലും അമ്മ നോക്കിയേമില്ല, നിങ്ങളുടെ ചെവി തിന്നേമില്ല. ആ മൊബൈലിൽ നോക്കി എവിടെയെങ്കിലും ഇരുന്നോളൂ അല്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫോൺ വാങ്ങിച്ച് ഞാൻ കൊടുത്തത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റാണ്.